ഹോളിഡേയ്സിലൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. മറ്റേ ബ്രഷ് അത്ര ശരിയാവാത്തത് കൊണ്ട് ഞാൻ ന്യൂ ബ്രഷ് വാങ്ങി. ഇത് ബ്രേസസ് ഇട്ടവർ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ ന്യൂ പാക്കറ്റ് പൊട്ടിക്കാൻ വിചാരിച്ചു. ഇന്ന് രാവിലത്തെ ഒരു ക്ലൈമറ്റ് കാണുമ്പോൾ നല്ല സണ്ണി ഡേ പോലെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുണി വെയിലത്ത് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തുണി വിരിച്ചിടുന്ന ടൈമിന് തലയിൽ എണ്ണയൊക്കെ പിടിച്ചോട്ടെ എന്ന് വെച്ച് തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ടാണ് തുണി വിരിച്ചിടാൻ പോകുന്നത്. ഇന്നലെ അലക്കി ഉണക്കി വെച്ചിരിക്കുന്ന തുണിയാണെങ്കിലും അത് ഡ്രയറിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് സൺലൈറ്റിൽ വിരിച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുത്താലേ എനിക്കൊരു തൃപ്തിയാവുള്ളൂ. ലേറ്റായി എണീച്ചതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയൊന്നും നോക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഹോർലിക്സ് കുപ്പിയിലിട്ട് വെച്ച ബോൺവീറ്റ പാലും പഞ്ചസാരയും ഒക്കെ ഒഴിച്ച് കുടിക്കേണ്ടി വന്നു. അപ്പോഴാണ് എലം ബേബി എണീച്ച് വന്നത്. സ്കൂളുള്ള ദിവസമാണെങ്കിൽ കുറേ തവണ വിളിച്ചാലും അവൾ എണീക്കില്ല. ലീവ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ സ്വന്തമായിട്ട് എണീച്ചിട്ടെങ്കിൽ വരികയും ചെയ്യും. അത് പിന്നെ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ. ഇവളുടെ മുത്തശ്ശിക്ക് വയ്യാത്തതുകൊണ്ട് എല്ലാവരും അവിടെ വന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോകണം എന്നാണ് ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബ്രഷ് ഒന്നും ചെയ്യാതെ വിടില്ല എന്ന് ഞാനും പറഞ്ഞു. ഇന്ന് എന്തായാലും കാണുന്ന സ്ഥലത്ത് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സ്പൈഡർമാൻ ബ്രഷ് കൊണ്ട് എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടാവും. രാവിലെ തന്നെ അതും അന്വേഷിച്ച് നടക്കേണ്ടി വരാറുണ്ട്. ക്യാമറ ഓണാക്കി വെച്ചത് കണ്ടിട്ടാണോ അല്ല അപ്പുറത്തേക്ക് പോകാനുള്ള തിരക്കുകൊണ്ടാണോ എന്നറിയില്ല, അവൾ എന്നെ ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞു. നാളെ ഇത് അന്വേഷിച്ചുകൊണ്ട് നടക്കാതിരിക്കാൻ കാണുന്ന സ്ഥലത്ത് തന്നെ ബ്രഷ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. തലയിൽ എണ്ണ തേച്ചാൽ പിന്നെ എനിക്ക് അത്യാവശ്യം വേഗം തന്നെ അത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയണം. കോളേജിൽ പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ മുടി കെട്ടുന്നതിന് കുളിപ്പിന് എന്നാ പറയുവാന്ന്. അവൾ എസ്കേപ്പ് ആയി. ഇനി ഇപ്പോഴൊന്നും അവൾ ഇങ്ങോട്ടേക്ക് നോക്കണ്ട. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി നോക്കലായി. പൊതിച്ചോറ് അങ്ങനത്തെ ഒക്കെ എല്ലാവരും ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഈ ചോറ് ഇഷ്ടപ്പെടാത്ത എനിക്ക് എന്റെ നൊസ്റ്റാൾജിയയിൽ പൊതിച്ചോറൊന്നും ഇല്ല. ടിഫിൻ കൊടുത്തു വിടുന്ന ടൈമിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ഇതാണ്. അതിന്റെ പേരെന്താണെന്നൊന്നും പറയാൻ എനിക്കറിയില്ല. ഒരു നൊസ്റ്റാൾജി തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ്. അതിന് കോമ്പിനേഷനായിട്ട് മുട്ടക്കറി തന്നെ വേണം. അതിങ്ങനെയല്ല വെക്കാറ്. എന്നാലും എനിക്ക് പോലെ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. എനിക്ക് എന്തായാലും നൊസ്റ്റിച്ചിന്. പിന്നെ ഇവിടെ വന്ന കസിൻസ് കുട്ടികൾക്കൊക്കെ ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും മോശമൊന്നും പറഞ്ഞിട്ടില്ല. ലേറ്റായി എണീച്ചതുകൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. ലേറ്റ് ആയിട്ടാണ് കഴിക്കുകയും ചെയ്തത്. അപ്പോഴത്തേക്കും ലീവ് ആയതുകൊണ്ട് അമ്മമ്മേനെ കാണാൻ വേണ്ടി എല്ലാവരും വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മമ്മേനെയും കണ്ടപ്പുറന്ന് ചായ ഒക്കെ കുടിച്ചിട്ടാണ് എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ആദ്യം അവർക്ക് ചായ വെച്ച് കൊടുക്കുന്നതിന് ഒരു ലോജിക്കില്ലാത്തത് കൊണ്ട് നമുക്കെന്നാൽ പൈനാപ്പിൾ കഴിക്കാമെന്ന് പറഞ്ഞു ഞാൻ അവരോട്. ഡബിൾ ഓക്കെയാണ് ഉപ്പുമുളക് ഇട്ടിട്ടാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് ഓർത്തത് ചോറ് വെച്ചില്ലാണ്. അപ്പോൾ പിന്നെ റൈസ് കുക്കറിലാകുമ്പോൾ ടൈം എടുക്കും. അതുകൊണ്ട് ചോറിന്റെ പരിപാടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. നമ്മൾ പൈനാപ്പിളൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അച്ചുവും ആളും എത്തിയത്. എന്നാൽ പിന്നെ അവർക്കൊരു പൈനാപ്പിൾ ലൈം ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു. സമ്മറിലൊക്കെ ആരെങ്കിലും വന്നാൽ ഒരു ടെൻഷനും ഇല്ല. വെറൈറ്റി ആയിട്ട് തന്നെ വെൽക്കം ഡ്രിങ്ക് കൊടുക്കാൻ പറ്റും. എന്നാൽ ഈ ചായ കോഫിയൊക്കെ കൊടുക്കുന്ന ടൈമാണ് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ചൂട് ഇത് മതിയോ, കടുപ്പ് ഇത് മതിയോ, പഞ്ചസാര ഇത്ര വേണോ, ഇത് ചായ കുടിക്കുന്നവരാണോ കോഫി ആയിരിക്കുമോ ഇഷ്ടമുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് പലവിധമായ കൺഫ്യൂഷനായിരിക്കും. ഈ പൈനാപ്പിൾ ലൈം പോലത്തെ ഒരുപാട് വെൽക്കം ഡ്രിങ്കിൻ്റെ വീഡിയോ ചാനലുണ്ട്. അതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം. കണ്ടു നോക്കിയാൽ മതി. സമൂസ കുറവ് ആൾക്കാർ കൂടുതലായതുകൊണ്ട് സമൂസനെ കട്ട് ചെയ്ത് സോസൊക്കെ ഒഴിച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടാണ് നമ്മൾ കഴിച്ചത്. ഓരോരാളിങ്ങനെ വരുന്നുണ്ട്. എല്ലാവർക്കും പോകാൻ തിരക്കുണ്ട്. എന്നാൽ പിന്നെ വന്നാളൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ തന്നെ നിൽക്കണം, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞാൽ എല്ലാവരും പിടിച്ചു വെക്കുന്നുണ്ട് ഈ എലം ബേബി. പിന്നെ അവളെ സൈസിനൊത്ത ഒരാളെ കിട്ടിയപ്പോൾ പിന്നെ ആരെയും വേണ്ട, അവളെ മതിയെന്നായി. അമ്മമ്മേനെ കാണാൻ വരുന്നതായതുകൊണ്ട് തന്നെ ആരും സ്ട്രേഞ്ചേഴ്സ് ഒന്നും ഇല്ല. എല്ലാവരും നമ്മളെ കസിൻസും ഫാമിലി ഒക്കെയാണ്. എലം ബേബി ഇങ്ങനെ വിരുന്നുകാരുടെ കൂടെ അപ്പുറത്തെ വീട്ടിലും ഇപ്പുറത്തെ വീട്ടിലും ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ അച്ചാച്ചനും അമ്മമ്മയും ഒക്കെ വരുന്നവരോടൊക്കെ കാല് പൊട്ടിയതിന്റെ വിഷമവും സങ്കടമൊക്കെ പറഞ്ഞു വെക്കലാണ് അമ്മമ്മ. ഇനി അമ്മമ്മക്ക് ഈ അലക്കലും കുളിക്കലും ഒരു വീക്ക്നെസ് ആയിരുന്നു. അലക്കി കഴിഞ്ഞാൽ പിന്നെ അമ്മമ്മേന്റെ തുണി ഉണങ്ങൂലേ, മഴ നനയോ, ഇതായിരിക്കും അമ്മമ്മേന്റെ ടെൻഷൻ. അപ്പൊ മഴ വന്നപ്പോൾ ഉണക്കാനിട്ട തുണി എടുക്കാൻ പോയതങ്ങായിട്ടാണ് സംഭവം. സ്ലിപ്പായി വീണ് കാലൊടിഞ്ഞു. അതുകൊണ്ട് ഇനി ഇപ്പം അലക്കുകയും വേണ്ട, കുളിക്കുകയും വേണ്ട, കിടന്നാൽ മാത്രം മതി. ഇത് നല്ല റെയിനി ഡേ ആയതുകൊണ്ട് തന്നെ പച്ചക്കറീന്റെ ഭാഗത്തേക്കൊന്നും പോകാനേ പറ്റിയില്ല. പിന്നെ എല്ലാവരും വന്നതുകൊണ്ട് അവരെ കൂടെ സ്പെൻഡ് ചെയ്ത് നമ്മളെ സൺഡേ പരിപാടികളൊക്കെ മാറ്റിവെച്ചു. ഈവനിങ് 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡിന്നർ കഴിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ സൺഡേ റുട്ടീനിലൊന്നാണ് ഈ നെയിൽ കട്ടിങ്. നെയിലൊന്നും കട്ട് ചെയ്യാതെ സ്കൂളിൽ വിടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെയിൽ കട്ടിങ് പരിപാടിയിലേക്കൊക്കെ കടന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൺഡേ വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.